നമസ്കാരം. RVS Maths അക്കാഡമിയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ ഹോമോജിനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ, പക്ഷേ നമ്മുടെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് വേരിയബിൾ കോയിഫിഷ്യൻ്റ് ആണ്. അതായത് നമ്മൾ ഇതുവരെ കണ്ട പ്രോബ്ലംസ് എല്ലാം കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? കോൺസ്റ്റന്റ് ആയിരുന്നു. ഒന്ന് പ്രോബ്ലംസ് മറിച്ച് നോക്കിക്കോളൂ. കോൺസ്റ്റന്റ് കോയിഫിഷ്യൻ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഇതുവരെയും dy/dxന്റെ കോയിഫിഷ്യൻ്റ് x എന്നോ x² എന്നോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ വേരിയബിൾ കോയിഫിഷ്യൻ്റ് ഉള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുന്നതാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ അത് എന്താണെന്നും അതിന്റെ മെത്തേഡ് എന്തുവാണെന്നും നമുക്ക് നോക്കാം. Cauchy's Euler ordinary differential equation ഒരു പുതിയ മെത്തേഡാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എന്തിനാണെന്ന് നോക്കാം. നമ്മൾ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോയിഫിഷ്യൻറ്റും പിന്നെ അടുത്ത മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്ററും പഠിച്ചു. പക്ഷേ ഇതൊന്നും ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എന്താണെന്ന് പറയട്ടെ. കാരണം നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷനും ഈ ഇക്വേഷൻ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്നൊന്ന് നോക്കിക്കേ. നമ്മൾ ഇതുവരെ പഠിച്ച ഡിഫറൻഷ്യൽ ഇക്വേഷനിലെല്ലാം dy/dx d²y/dx ഒക്കെ കോയിഫിഷ്യൻറ്റ് വെറും കോൺസ്റ്റൻ്റ് ആയിരുന്നു. അതായത് നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻ y" + 2y' + 3y is equal to sin x ഇങ്ങനെ ആയിരുന്നില്ലേ? അതിവിടെ y-യുടെ കോയിഫിഷ്യൻറ്റ് 3, y' കോയിഫിഷ്യൻറ്റ് 2, y" കോയിഫിഷ്യൻറ്റ് 1 ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ബട്ട് നോക്കിക്കേ, ഇന്ന് നമ്മൾ പഠിക്കുന്ന ഇക്വേഷനകത്ത് dy/dxന്റെ കോയിഫിഷ്യൻറ്റ് x ആണ്, d²y/dx കോയിഫിഷ്യൻറ്റ് x² ആണ്, d⁻n−2 y/dx⁻n−2ന്റെ കോയിഫിഷ്യൻറ്റ് x⁻n−2 ആണ്. അപ്പോൾ വേരിയബിൾ കോയിഫിഷ്യൻ്റ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇന്ന് വന്ന കോയിഫിഷ്യൻ്റെ പ്രത്യേകത എന്തുവാണ്? വേരിയബിൾ കോയിഫിഷ്യൻ്റ്. അപ്പോൾ Cauchy's Euler ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് വേരിയബിൾ കോയിഫിഷ്യൻറ്റ്. മറന്നുപോയില്ലല്ലോ. വേരിയബിൾ കോയിഫിഷ്യൻറ്റ് വരുന്നത് മറ്റൊരു രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. ബട്ട് നമുക്കിവിടെ പഠിക്കാനില്ല. ഗേറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ അത് മറ്റൊരു ടെസ്റ്റ് നോക്കി പഠിച്ചോളണം. കാരണം ഗേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് മാത്രം പോരാ. നമുക്ക് എല്ലാ എഞ്ചിനീയറിങ്ങിൻ്റെ ഫുൾ പോർഷൻ ഉണ്ടെങ്കിലേ നമ്മളതിൽ പറ്റത്തുള്ളൂ. ബട്ട് ഇവിടെ നമുക്കിപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മാത്രം മതി. വേരിയബിൾ കോയിഫിഷ്യൻ്റുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടാൽ നമ്മൾ ഈ ചാപ്റ്ററിൽ എങ്ങനെ സോൾവ് ചെയ്യത്തുള്ളൂ? യൂസിങ് Cauchy's Euler ഡിഫറൻഷ്യൽ ഇക്വേഷൻ, യൂസിങ് Cauchy's Euler മെത്തേഡ്. അപ്പോൾ ഈ കോഷി എന്നും ഓയിലർ എന്നും പറയുന്ന രണ്ട് വ്യക്തികളാണ് കേട്ടോ. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് കണ്ടുപിടിച്ച മെത്തേഡ് ആയതുകൊണ്ടാണ് ഇതിന് Cauchy's Euler മെത്തേഡ് എന്ന് പേരിട്ടേക്കുന്നത്. ഇനി നമുക്കിവിടെ ഹയർ ഓർഡർ പഠിക്കാനില്ല, നമുക്ക് സെക്കൻഡ് ഓർഡർ പഠിക്കാനുള്ളൂ. അതായത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ? y" എന്നോ d² എന്നേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെയല്ല, അതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്തോ ആയിരിക്കണം? d² എന്ന് സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ കോയിഫിഷ്യൻ്റ് x² ആവണം. x ആയാലും പറ്റത്തില്ല, x³ ആയാലും പറ്റത്തില്ല. വേരിയബിൾ കോയിഫിഷ്യൻ്റ് വന്നാൽ ഉടനെ അങ്ങ് Cauchy's എന്ന് വിചാരിക്കരുത്. എങ്ങനെ തന്നെ ആയിരിക്കണം? d² എന്ന് വന്നാൽ അവിടെ x² വരാൻ പാടുള്ളൂ. അതിൻ്റെ കോയിഫിഷ്യൻ്റ് x³ ആവാൻ പാടില്ല, x ആവാൻ പാടില്ല. അപ്പോൾ dy/dxന്റെ കോയിഫിഷ്യൻ്റ് എന്തേ വരാൻ പാടുള്ളൂ? x വരാൻ പാടുള്ളൂ. ഓക്കെ. അപ്പം ഇങ്ങനൊരു Cauchy's Euler ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടാൽ എങ്ങനെയാണ് നമുക്കത് പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ പോലെ അതിനൊരു കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ് ആക്കി മാറ്റും. ആ കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ് ആക്കി മാറ്റാനായിട്ടൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ, വി വിൽ ടേക്ക് y ആസ് x⁻m. വൈനെ എങ്ങനെയായിട്ട് ചൂസ് ചെയ്യും? x⁻m എന്ന് ചൂസ് ചെയ്യും. അപ്പോൾ നോർമലി y' എന്തായിരിക്കും? x⁻mൻ്റെ ഡെറിവേറ്റീവ് m × x⁻m−1. അപ്പോൾ y"ന്റെ ഡെറിവേറ്റീവ് എന്തുവാ? m × m−1 × x⁻m−2. നമുക്ക് y" വേണ്ട, കാരണം നമുക്ക് പഠിക്കാനുള്ള സിലബസിനകത്ത് സെക്കൻഡ് ഓർഡർ എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് മൂന്നും മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം ഈ വന്നേക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു എന്തുവായി മാറും? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ് എന്നുള്ള ഫോമിലായി മാറും. കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും? അതിൻ്റെ കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ് ആയി മാറിക്കഴിയുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്തുവാണ്? കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ് ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനായി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ ഫൈൻഡ് ചെയ്ത് എമ്മിൻ്റെ വാല്യൂസ് നമ്മൾ ഫൈൻഡ് ചെയ്യും. അല്ലേ? അതല്ലേ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. എമ്മിൻ്റെ വാല്യൂസ് ഫൈൻഡ് ചെയ്യുമ്പോൾ അടുത്ത് വീണ്ടും ഫോമുലയുണ്ട്. കേസ് 1, ഇഫ് the values of m are different, എമ്മിൻ്റെ വാല്യൂസ് ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മുടെ CF ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല എന്ന് പറയുന്നത്, സൊല്യൂഷൻ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ y = എങ്ങനെ എഴുതേണ്ടത്? നമ്മുടെ സാധാരണ C1ഉം C2ഉം മാത്രമുള്ള സൊല്യൂഷൻ ആയിരിക്കുമല്ലോ. ഇവിടെ വരേണ്ടത് y = C1 × x⁻m1 + C2 × x⁻m2. എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ? എന്തൊക്കെയായിരിക്കും റൂട്ട്? m1 m2 ആയിരിക്കും. കാരണം y" തുടങ്ങുന്ന ഇക്വേഷനെല്ലാം എത്ര റൂട്ട്? രണ്ടുപേരെ റൂട്ടായിട്ട് കാണത്തുള്ളൂ. അത് രണ്ടും ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞാൽ m1 m2 ആയിരിക്കും. അവിടെ സൊല്യൂഷൻ എഴുതേണ്ടത് എങ്ങനെയാണ്? C1 x⁻m1 + C2 x⁻m2. ഓക്കെ. അടുത്ത് നമുക്ക് പറയേണ്ടത് എന്തുവാണ്? കേസ് 2 എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ആലോചിച്ചൊക്കെ കേസ് 2 എന്തുമായിരിക്കും? കേസ് 2 എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ വാല്യൂ സെയിം ആവുന്ന കേസ്. എമ്മിൻ്റെ വാല്യൂ സെയിം ആവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? m1ഉം m2ഉം m തന്നെ ആവുന്ന കേസ്, ഒരേ വാല്യൂ ആവുന്ന കേസ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിനകത്ത് നിങ്ങളുടെ സൊല്യൂഷൻ y എന്ന് പറഞ്ഞ് എഴുതേണ്ടത്
C1 plus C2 x എന്നല്ലേ, എക്സിൻ്റെ സ്ഥാനത്ത് log x, C2 log x into x raised to m. ഓക്കെ, അടുത്ത മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് കേസ് 3. നിങ്ങൾക്ക് തന്നെ ഇപ്പം മനസ്സിൽ പറയുന്നുണ്ടായിരിക്കും എമ്മിൻ്റെ വാല്യൂ എന്താവുന്ന കേസാണത്. എമ്മിൻ്റെ വാല്യൂ ഇമാജിനറി ആവുന്ന കേസാണ്. ഇമാജിനറി റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ആൽഫ പ്ലസ് ഓൺ മൈനസ് ഐ ബീറ്റ, എം ഈക്വൽ ടു ആൽഫ പ്ലസ് ഓൺ മൈനസ് ഐ ബീറ്റ വരുമ്പം അവിടുത്തെ സൊല്യൂഷൻ y ഇസ് ഈക്വൽ ടു, നമ്മൾ സാധാരണ എങ്ങനെയാണ് ഇ റൈസ് ടു ആൽഫ എക്സ് എന്ന് തുടങ്ങണം അല്ലേ. അപ്പോൾ ഇ റൈസ് ടു ആൽഫ എക്സ് എന്നുള്ളത് എക്സ് റൈസ് ടു ആൽഫ എന്നായി മാറും. ഇൻറ്റു C1 കോസ് ബീറ്റ എക്സ് അല്ലേ. അപ്പോൾ അതാണ് C1 കോസ് ബീറ്റ, എക്സിൻ്റെ സ്ഥാനത്ത് വരേണ്ടത് ലോഗ് എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ ലോഗ് എക്സ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നതെന്നല്ലേ പലരും ഇപ്പോൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളിങ്ങനെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനൊരു കാര്യങ്ങളുണ്ട്. നമ്മൾ വെറുതെ അല്ല ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. കോഷീസ് ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എക്സിന് പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു question solve x square y double dash minus 4y is equal to 0. ഇത് കോഷീസ് ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലേ. കാരണം എന്തുവാ, y ഡബിൾ ഡാഷിൻ്റെ കോയിഫിഷ്യൻറ്റ് എക്സ് സ്ക്വയർ, y ഡാഷ് ഇല്ല ഇവിടെ, y ഡാഷ് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കോയിഫിഷ്യൻ എന്തായിരിക്കണം, എക്സ് ആയിരിക്കണം. അപ്പം അങ്ങനെ വന്നുള്ളത് കോഷീസ് ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് കോഷീസ് ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അടുത്ത് എന്താണ്, അങ്ങനത്തെ ഇക്വേഷൻ വന്നാൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തുവാണ്, പുട്ട് y is equal to x raised to m. അപ്പോൾ y ഡാഷിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തുവാണ്, m into x raised to m minus 1. y double dash is equal to m into m minus 1 into x raised to m minus 2. ഓക്കെ, ഇതിനെ കൊണ്ട് തന്നിരിക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആദ്യത്തെ എക്സ് സ്ക്വയർ ഇൻറ്റു y ഡബിൾ ഡാഷിൻ്റെ സ്ഥാനത്ത് m into m minus 1 into x raised to m minus 2 minus 4 into yൻ്റെ സ്ഥാനത്ത് x raised to m is equal to 0. നമുക്കറിയാം എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്തുവാണ്, എക്സ് റൈസ് ടു എം പ്ലസ് എൻ ആണെന്നറിയാം. അപ്പോൾ അതനുസരിച്ച് എന്തിനാ ഇപ്പം ഞാൻ ആ ഫോമിൽ ഇവിടെ പറഞ്ഞത്, എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 2 രണ്ട് ഒന്നുപോലത്തെ ഫംഗ്ഷനാണ്, പവറുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള. അപ്പോൾ പവർ തമ്മിൽ ആഡ് ചെയ്യുവാണെങ്കിൽ 2 പ്ലസ് എം മൈനസ് 2 എന്നുള്ളത് എന്തായി മാറും, എം ഇൻറ്റു എം മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 4 ഇൻറ്റു എക്സ് റൈസ് ടു എം ഇസ് ഈക്വൽ ടു 0. എക്സ് റൈസ് ടു എം കോമൺ ആയിട്ട് എടുത്താൽ ബ്രാക്കറ്റിനകത്ത് എം ഇൻറ്റു എം മൈനസ് 1 മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. ഈ എക്സ് റൈസ് ടു എം ഈക്വൽ ടു 0 ആയിട്ട് ക്യാൻസൽ ചെയ്തങ്ങ് പോയിക്കൂടെ. ബാക്കി എന്താ, എം സ്ക്വയർ മൈനസ് എം മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് എം ഈക്വൽ ടു മൈനസ് ബി, ഇവിടുത്തെ ബി എന്ന് തന്നെ മൈനസ് 1 ആണ്, അതുകൊണ്ടാണ് പ്ലസ് 1 ആയത്. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ, 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്, മൈനസ് 4ac, 4 ഇൻറ്റു എം സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ഇൻറ്റു സി എന്ന് പറയുന്നത് മൈനസ് 4. അപ്പോൾ 4 ഇൻറ്റു മൈനസ് 4 മൈനസ് 16 ആണ്, ഈ മൈനസും കൂടി ചേർന്നത് പ്ലസ് 16 ദ ഹോൾ ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഓൺ മൈനസ് റൂട്ട് 17 ബൈ 2. നമുക്കിപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്തൊക്കെയാണ് കിട്ടിയേ, 1 പ്ലസ് റൂട്ട് 17 ബൈ 2 എന്നും കിട്ടി, 1 മൈനസ് റൂട്ട് 17 ബൈ 2 എന്നും കിട്ടി. ആണോ? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഓർക്കുന്നുണ്ടോ, സൊല്യൂഷൻ കിട്ടുന്നത് ഇഫ് ദ വാല്യൂസ് ഓഫ് എം ആർ ഡിഫറെൻറ്റ്, എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണെങ്കിൽ സൊല്യൂഷൻ y is equal to C1 ഇൻറ്റു എക്സ് റൈസ് ടു M1 പ്ലസ് C2 ഇൻറ്റു എക്സ് റൈസ് ടു M2 എന്നല്ലേ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ M1 ആണ് 1 പ്ലസ് റൂട്ട് 17 ബൈ 2, M2 ആണ് 1 മൈനസ് റൂട്ട് 17 ബൈ 2. അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഈക്വൽ ടു C1 ഇൻറ്റു എക്സ് റൈസ് ടു 1 പ്ലസ് റൂട്ട് 17 ബൈ 2 പ്ലസ് C2 ഇൻറ്റു എക്സ് റൈസ് ടു 1 മൈനസ് റൂട്ട് 17 ബൈ 2. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസറായി. ഓക്കെ, സൊല്യൂഷനാണ്, സോൾവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് ആൻസറിലേക്ക് എത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് എക്സ് സ്ക്വയർ y ഡബിൾ ഡാഷ് മൈനസ് 3xy ഡാഷ് പ്ലസ് 4y ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് വരേണ്ടത്? സൊല്യൂഷൻ വരുമ്പോഴും ഇത് കോഷീസ് ഓയിലർ ആണ് നമ്മൾ തിരിച്ചറിയണം. എങ്ങനെയാണ്, y ഡാഷിൻ്റെ കോയിഫിഷ്യൻറ്റ് എക്സ് ആണ്, y ഡബിൾ ഡാഷിൻ്റെ കൂടെ എക്സ് സ്ക്വയർ ഉണ്ട്. സോ ദ ഗിവൺ ഇക്വേഷൻ ഈസ് കോഷീസ് ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തുവാണ്, പുട്ട് y ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എം, y ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തുവാ, എം ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 1. y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാലോ എം ഇൻറ്റു എം മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 2. ഓക്കെ, വൈയും y ഡാഷും y ഡബിൾ ഡാഷും നമ്മൾ എഴുതി. നമ്മൾ അതിൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായി മാറും, എക്സ് സ്ക്വയർ ഇൻറ്റു y ഡബിൾ ഡാഷിൻ്റെ സ്ഥാനത്ത് എം ഇൻറ്റു എം മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 2 മൈനസ് 3x ഇൻറ്റു y ഡാഷ് എന്ന് പറയുന്നത് എം ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 1
ഓക്കെ y ഡാഷ് ആയി പ്ലസ് 4 ഇൻറ്റു വൈ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു എം ഇസ് ഈക്വൽ ടു 0. ഓക്കെ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 2 എന്താ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞു. പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അത് എം ഇൻറ്റു എം മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 3 എം ഇൻറ്റു എക്സും എക്സ് റൈസ് ടു എം മൈനസ് 1 പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എക്സിൻ്റെ പവർ 1 ആണ്. അപ്പം 1 പ്ലസ് എം മൈനസ് 1 എന്നുള്ളത് അതും എക്സ് റൈസ് ടു എം എന്നാണ്. പ്ലസ് 4 ഇൻറ്റു എക്സ് റൈസ് ടു എം ഈക്വൽ ടു 0. അപ്പോൾ ഈ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലും എന്തേ വരത്തുള്ളൂ, എക്സ് റൈസ് ടു എമ്മേ വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതി സമയം കളയണമെന്നില്ല. എന്ത് ചെയ്താലും മതി ആദ്യമേ ഇങ്ങനെ അങ്ങ് എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ എക്സ് റൈസ് ടു എം ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് എം ഇൻറ്റു എം മൈനസ് 1 മൈനസ് 3m പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ മതി. ഈ എക്സ് റൈസ് ടു എം അങ്ങ് പോകത്തില്ലേ. എം ഇൻറ്റു എം മൈനസ് 1 എന്താവും, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എം സ്ക്വയർ മൈനസ് എം മൈനസ് 3m plus 4 is equal to 0. That is m square minus 4m plus 4 is equal to 0. അത് സോൾവ് ചെയ്യുമ്പം m minus 2 the whole square equal to 0 ആണ്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 2,2. ഇവിടെ ഇപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്താ കിട്ടിയേക്കുന്നത്, സെയിം ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ സെയിം ആവുമ്പോൾ if the values of m are same, values of m സെയിം ആണെങ്കിൽ നമ്മുടെ ഫോമുല എന്തുവാണ്, y is equal to c1 plus c2x ആണ് അല്ലേ. എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എഴുതേണ്ടത് എന്താ, log x ഇൻറ്റു ഇ റൈസ് ടു എം എക്സ് എന്നുള്ള എടുത്ത് എഴുതേണ്ടത് എന്താ, എക്സ് റൈസ് ടു എം എന്ന്. സോ ദിസ് ഈക്വൽ ടു ഇവിടുത്തെ c1 എമ്മിൻ്റെ വാല്യൂ എന്തുവാണ്, 2 ആണ്. അപ്പോൾ ഇവിടുത്തെ y is equal to c1 plus c2 log x ഇൻറ്റു എക്സ് റൈസ് ടു m 2 ആയത് കാരണം എക്സ് സ്ക്വയർ. സോ സൊല്യൂഷനായി മാറി. Next question, solve x square y double dash minus xy dash plus 5y is equal to 0. Okay, solve ചെയ്യാം നമുക്ക്. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇതെന്താ കാണുമ്പോൾ തന്നെ അറിയാം, Cauchy Euler ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എന്തുകൊണ്ടാണ് Cauchy Euler, y ഡാഷിൻ്റെ കോയിഫിഷ്യൻറ്റ് x, y ഡബിൾ ഡാഷിൻ്റെ കോയിഫിഷ്യൻറ്റ് x സ്ക്വയർ. നമ്മൾ ആദ്യം എന്താ yക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ, പുട്ട് y is equal to x റൈസ് ടു m. അപ്പോൾ y ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ, m ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 1. y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാലോ m ഇൻറ്റു എം മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 2. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ ഇൻറ്റു എം ഇൻറ്റു എം മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 2 മൈനസ് എക്സ് ഇൻറ്റു y ഡാഷ് എന്ന് പറയുന്നത് m ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 1 പ്ലസ് 5x റൈസ് ടു m ഇസ് ഈക്വൽ ടു 0. നേരത്തെ പറഞ്ഞൊരു സ്റ്റെപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. എന്താ, എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 2 എപ്പോഴും എക്സ് റൈസ് ടു എം, എല്ലാ ടേമിലും എക്സ് റൈസ് ടു എം ആ വരാൻ പോണേ. സോ ആ എക്സ് റൈസ് ടു എമ്മിനെ കോമൺ ആയിട്ട് പുറത്തിട്ടിട്ട് ബാക്കിയുള്ളത് m ഇൻറ്റു എം മൈനസ് 1 ഇവിടുന്ന് ബാക്കി മൈനസ് m പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇപ്പോൾ എക്സ് റൈസ് ടു എം പോയില്ലേ, ബാക്കി എന്താ എമ്മിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എം സ്ക്വയർ മൈനസ് എം പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0. ഇതെന്തായി മാറുക, എം സ്ക്വയർ മൈനസ് 2m പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എം ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓൺ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac, 4 ഇൻറ്റു 1 ഇൻറ്റു 5 ദറ്റ് ഈസ് 20 ദ ഹോൾ ബൈ 2 ദറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് ഓൺ മൈനസ് ഐ. എന്തിനാ ഐ ഇട്ടത്, 4 മൈനസ് 20 റൂട്ട് ഓഫ് മൈനസ് 16 ആണ്. ആ മൈനസിന് വരെ ഐ ഇട്ടു. റൂട്ട് ഓഫ് 16 എന്തുവാണ്, 4 ആണ് by 2. So this is equal to 1 plus or minus I 2 9. ഇതിപ്പോൾ എന്ത് ഫോമിലാണ്, ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ എന്നുള്ള ഫോമിലാണ്. ആൽഫ ഈക്വൽ ടു 1 ആണ്, ബീറ്റ ഈക്വൽ ടു 2 ആണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു എമ്മിൻ്റെ വാല്യൂ ഇമാജിനറി ആണെങ്കിൽ, ഇമാജിനറി വാല്യൂ വരുവാണെങ്കിൽ ദറ്റ് മീൻസ് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ എന്ന എമ്മിൻ്റെ വാല്യൂ വരുവാണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ y ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ആൽഫ എക്സ് എന്നുള്ളതിന് പകരം എക്സ് റൈസ് ടു ആൽഫ ഇൻറ്റു c1 കോസ് ബീറ്റ എക്സ് എന്നുള്ളതിന് കോസും ബീറ്റയും ഉണ്ട്, എക്സിൻ്റെ സ്ഥാനത്ത് ലോഗ് എക്സ് പ്ലസ് c2 സൈൻ ബീറ്റ എക്സ് എന്നുള്ളിടത്ത് സൈൻ ബീറ്റ എന്ന് എഴുതണം, എക്സിൻ്റെ സ്ഥാനത്ത് ലോഗ് എക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ഇവിടുത്തെ ആൽഫയും ബീറ്റയും മാറ്റി കൊടുത്താൽ പോരെ. ഇവിടുത്തെ ആൽഫ 1 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു c1 cos 2 log x plus c2 sin 2 log x. ആൻസർ ആയി y is equal to എന്ന് പറഞ്ഞ് നമ്മുടെ ആൻസർ കിട്ടി. ഞാനിവിടെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. ഞാൻ 3 ഫോമുല പറഞ്ഞു, ആ 3 ഫോമുല വരുന്ന രീതിയിലും 3 ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തന്നു. അതായത് സെയിമും ഡിഫറൻറ്റും ഇമാജിനറിയും വരുന്നത്. അപ്പോൾ അതുപോലത്തെ 3 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5x സ്ക്വയർ y ഡബിൾ ഡാഷ് പ്ലസ് 23xy ഡാഷ് പ്ലസ് 16y is equal to 0. സെക്കൻഡ് ക്വസ്റ്റ്യൻ x സ്ക്വയർ y ഡബിൾ ഡാഷ് പ്ലസ് 0.7xy ഡാഷ് മൈനസ് 0.1y is equal to 0. തേർഡ് ക്വസ്റ്റ്യൻ x സ്ക്വയർ y ഡബിൾ ഡാഷ് മൈനസ് 2xy ഡാഷ് പ്ലസ്
plus y is equal to 0. And fourth question, 3x square y double dash minus 12xy dash plus 11y is equal to 0. ഈ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? തനിയെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. കിട്ടിയില്ല എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ആൻസർ ഞാൻ ചെയ്തു തരുന്നതാണ്. Solve initial value problem x square y double dash minus 4xy dash plus 6y is equal to 0 given that y of 1 is equal to 0.4 and y dash of 1 is equal to 0. നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലം കണ്ടിട്ടുണ്ടല്ലേ? മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോയിഫിഷ്യൻറ്റിനകത്തും ഹോമോജീനിയസിനകത്തും ഒക്കെ നമ്മൾ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏത് പ്രോബ്ലത്തിനകത്ത് വേണമെങ്കിലും ഇതുപോലെ സോൾവ് ചെയ്തതിന് ശേഷം ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ട് ചോദിക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. എനിവേ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തുവാണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ബട്ട് കോഷീസ് ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. കാരണം വൈ ഡാഷിൻ്റെ കോയിഫിഷ്യൻ്റ് എക്സും വൈ ഡബിൾ ഡാഷിൻ്റെ കോയിഫിഷ്യൻ്റ് എക്സ് സ്ക്വയറും ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ആ തന്നിരിക്കുന്ന ആൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തുവാണ്? പുട്ട് വൈ ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എം. വൈ ഡാഷിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എം ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 1. വൈ ഡബിൾ ഡാഷിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എം ഇൻറ്റു എം മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 2. ഓക്കെ, അത് ആ തന്നിരിക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എം ഇൻറ്റു m minus 1 into x raised to m minus 2 minus 4x into ഇവിടുത്തെ x square എഴുതാൻ വിട്ടുപോയേ, x square ഇതായി 4x into y ഡാഷിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തുവാ? m into x raised to m minus 1 പ്ലസ് 6 വൈയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ x raised to m is equal to 0. നമുക്കറിയാം എല്ലാ ടേമിലും എന്തേ വരത്തുള്ളൂ? x raised to m വരത്തുള്ളൂ. സോ x raised to m കോമൺ ആയിട്ട് പുറത്തിട്ട് കഴിയുമ്പോൾ ബാക്കി കോൺസ്റ്റൻസ് മാത്രം എങ്ങനെയാണ്? m into m minus 1 minus 4m പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. അത് ശ്രദ്ധിച്ചോളെ, എക്സിൻ്റെ ടേം എല്ലാം കൂടെ പുറത്ത് വന്നിട്ടാണ് എക്സ് റൈസ് ടു എം. ഓക്കെ, അപ്പോൾ എക്സ് റൈസ് ടു എം ഇൻറ്റു എം മൈനസ് 1 എന്താ കുഞ്ഞുങ്ങളെ? എം സ്ക്വയർ മൈനസ് എം മൈനസ് 4m പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് റൈസ് ടു എം പോയില്ലേ? ബാക്കി ഇതെങ്ങനെയാണ്? എം സ്ക്വയർ മൈനസ് 5m പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 വേണം, ആഡ് ചെയ്യുമ്പോൾ മൈനസ് 5 വരുന്നത് എന്താണ്? എം മൈനസ് 3 ഇൻറ്റു m minus 2 is equal to 0. Therefore m equal to നമ്മുടെ ആൻസർ എങ്ങനെ കിട്ടുവാണ്? m is equal to 2,3 എന്ന് ആൻസർ കിട്ടുവാണ് അല്ലേ? സോ m is equal to നമ്മൾ ആൻസർ എടുത്ത് എഴുതുവാണ് 2,3. അപ്പോൾ അറിയാമല്ലോ, ഡിഫറെൻറ്റ് റൂട്ട് വരുവാണെങ്കിൽ എന്തുവാണ് നമ്മുടെ സൊല്യൂഷൻ? ഇപ്പോൾ എമ്മിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആണെങ്കിൽ ഫോർമുല എന്തുവാണ്? y is equal to c1 into x raised to m1 plus c2 into x raised to m2. ഞാൻ എല്ലാ പ്രാവശ്യവും ഫോർമുല എഴുതുന്നത് നിങ്ങളത് മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ y is equal to c1 into x square plus c2 into x cube. നോക്കി, ഇവിടുത്തെ ഗിവൺ കണ്ടീഷൻ y ഓഫ് 0 അല്ല, y ഓഫ് 1 ആണ്. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പ്രോബ്ലവും y ഓഫ് 0 ആയിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ y ഓഫ് 1 is equal to 0.4 എന്ന് തന്നിട്ടുണ്ട്. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ വേറൊരു കളർ എടുക്കുവാണ് തന്നെ. എക്സിൻ്റെ സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എങ്ങനെയായി മാറും? c1 പ്ലസ് c2 ഇസ് ഈക്വൽ ടു 0.4. ഇക്വേഷൻ 1 എന്ന് മാറ്റി. അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുമോ? അടുത്തത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇയാളെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ നമുക്കതിനെ y-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് y ഡാഷ് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ c1 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് c2 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ. ഓക്കെ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് 2x, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3c2 x സ്ക്വയർ. നമ്മുടെ അടുത്ത ഗിവൺ കണ്ടീഷൻ എന്തുവാണ്? ഗിവൺ y ഡാഷ് ഓഫ് 1 is equal to 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എങ്ങനെയായി മാറും? ഇക്വേഷൻ y ഡാഷിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2c1 പ്ലസ് 3c2 is equal to 0. ദറ്റ് ഈസ് ഇക്വേഷൻ 2. ഓക്കെ, ഇക്വേഷൻ 1 c1 പ്ലസ് c2 ആണ് കോയിഫിഷ്യൻ. അപ്പോൾ ഇക്വേഷൻ 1ൽ ഞാൻ 2 മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അല്ല, ഇക്വേഷൻ 1 എങ്ങനെയായി മാറും? 2c1 പ്ലസ് 2c2 is equal to 0.8 എന്നാകത്തില്ലേ? ഓക്കെ, ഈ രണ്ടുപേരെയും കൂടി നമുക്കങ്ങ് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 2c1 മൈനസ് 2 ക്യാൻസൽ ആയി പോകും. 3c2 മൈനസ് 2c2 എന്ന് പറയുന്നത് എന്താണ്? c2 is equal to മൈനസ് 0.8 എന്ന് കിട്ടി. അപ്പോൾ c2ൻ്റെ വാല്യൂ എന്ത് കിട്ടി നമുക്ക്? c2 is equal to മൈനസ് 0.8. തീർന്നോ അവിടെ? ഇല്ല, ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? നമുക്ക് ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ 2 എങ്ങനെയായി മാറും? നോക്കി, 2c1 is equal to minus 3c2. That is equal to minus 3 into 0.8. That is minus 3 into minus 0.8. That is 2.4. അല്ലേ? 2.4 എന്ന് കിട്ടി. Or c1 is equal to 2.4 by 2. That is equal to 1.2. അപ്പോൾ c1ൻ്റെ ആൻസർ എന്താ കിട്ടിയേ? 1.2 എന്ന് c1ൻ്റെ ആൻസർ നമുക്ക് കിട്ടി. നമുക്ക് ലാസ്റ്റ് ആൻസർ എടുത്ത് എഴുതിയാൽ പോരെ? Therefore the solution
Therefore the solution y is equal to, ഇതാണ് നിങ്ങളുടെ സൊല്യൂഷൻ എഴുതി വെച്ചേക്കുന്നതല്ലേ. Therefore the solution y is equal to എന്ന് ഇവിടെ തീർന്നു. ഇനിഷ്യൽ കണ്ടീഷൻ തന്നുകൊണ്ടാണ് ബാക്കിയും കൂടി എഴുതേണ്ടി വന്നത്. Therefore the solution y is equal to C1ന്റെ സ്ഥാനത്ത് എന്താ എഴുതേണ്ടത്? 1.2x², C2ന്റെ സ്ഥാനത്ത് -0.8x³. ഓക്കെ, ആൻസർ ആയി കഴിഞ്ഞു. Next question, solve initial value problem x²y" plus 3xy' plus 0.75y is equal to 0, where y of 1 equal to 1 and y dash of 1 is equal to -2.5. ഓക്കെ, നമുക്ക് എന്തായാലും സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ അറിയാം. പിന്നെ എന്താ, ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് C1 C2ന്റെ വാല്യൂ ഇവിടെ ഫൈൻഡ് ചെയ്യണം. നമുക്കറിയുന്ന കാര്യമാണ്, ചെയ്യാം. എന്തായാലും കോഷീസ് ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യണം? പുട്ട് y is equal to x raised to m, y dash is equal to m into x raised to m minus 1, y" is equal to m into m minus 1 into x raised to m minus 2. ഓക്കെ, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? x² into m into m minus 1 into x raised to m minus 2 plus 3x into y dash എന്ന് പറഞ്ഞാൽ m into x raised to m minus 1 plus 0.75 into y എന്ന് പറഞ്ഞാൽ x raised to m is equal to 0. എല്ലായിടത്തു നിന്നും x raised to m അങ്ങ് കോമൺ ആയിട്ട് എടുത്തു കഴിയുമ്പോൾ ബാക്കി എന്താണ്? x raised to m into ബ്രാക്കറ്റിനകത്ത് m into m minus 1 plus 3m plus 0.75 is equal to 0. m into m minus 1 എന്താവുകയാണ്? m² minus m plus 3m plus 0.75 is equal to 0. That is m² plus 2m plus 0.75 is equal to 0. ബാക്കി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു m equal to -b plus or minus root of b² minus 4ac. 4 into 0.75 എന്ന് പറയുമ്പോഴേക്കും 1 ആണ് വരുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ബൈ 2. 3 ആണ് വരുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു -2 plus 1/2 വരും. -2 plus or minus 1/2 എന്ന് വരുന്നുണ്ട്. -2 plus 1 എന്ന് പറയുമ്പോൾ എന്താ? -1/2. -2 -1 എന്ന് പറയുമ്പോൾ -3/2. ഇതാണ് നമ്മുടെ എമ്മിൻ്റെ ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്തുവാ ഇവിടെ കിട്ടിയിരിക്കുന്നത്? ഡിഫറെൻറ്റ് ആൻസറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആകുമ്പോൾ സൊല്യൂഷൻ y is equal to എങ്ങനെയാണ് എഴുതേണ്ടത്? തൊട്ട് മുന്നേ പ്രോബ്ലത്തിൽ ഫോമിൽ എഴുതിയതല്ലേ, C1 into x raised to m1. ഇവിടുത്തെ m1 എന്ന് പറയുന്നത് എന്തുവാ? -1/2 അല്ലെങ്കിൽ -3/2 പ്ലസ് C2 ഇൻറ്റു x raised to -1/2. ഓക്കെ, പിന്നെ ആദ്യം -3/2 എഴുതി പോയി, പറഞ്ഞത് 1/2 എന്നായിരുന്നു. ഓക്കെ, അപ്പം സൊല്യൂഷൻ നമുക്ക് കിട്ടി. ഇനി എന്താ, നമുക്ക് നമ്മുടെ സൊല്യൂഷൻ ഇതാണ്, ലാസ്റ്റ് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ബട്ട് ഇത് കംപ്ലീറ്റ് അല്ല, ഇത് ജനറൽ സൊല്യൂഷൻ ആയിട്ടുള്ളൂ. ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാനായിട്ട് ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുള്ളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താ തന്നിരിക്കുന്നത്? ഫസ്റ്റ് കണ്ടീഷൻ തന്നിരിക്കുന്നത് y of 1 is equal to 1 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ ഇതെങ്ങനെ വരും? C1 plus C2 is equal to 1 തന്നിരിക്കുന്നതാണ്. നമുക്ക് ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ ഡെറിവേറ്റീവ് y' ഫൈൻഡ് ചെയ്യണം, ഈ y-ൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ അതെങ്ങനെയാണ്? C1 കോൺസ്റ്റൻ്റ് ആണ്. x raised to -3/2ൻ്റെ ഡെറിവേറ്റീവ് -3/2 ഇൻറ്റു x raised to -3/2 -1 എന്ന് വരും അല്ലേ. x raised to n-ൻ്റെ ഡെറിവേറ്റീവ് എന്താ? n ഇൻറ്റു x raised to n -1. ഇവിടുത്തെ n ആണ് -3/2, അതാണ് -1. ഇതെന്താ വരണേ? റൈസ് ടു -5/2. അടുത്തെന്താ? പ്ലസ് C2 കോൺസ്റ്റൻറ്റ് x raised to -1/2ൻ്റെ ഡെറിവേറ്റീവ് -1/2 ഇൻറ്റു x raised to -1/2 -1. -1/2 -1 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? -3/2. ഓക്കെ, ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്തു. ഇനി തന്നിരിക്കുന്ന കണ്ടീഷൻ y' of 1 is equal to -2.5. എക്സിന് 1 കൊടുക്കുമ്പോൾ ഇതെങ്ങനെ വരും? -3/2 C1 -1/2 C2 is equal to -2.5. Okay, that is -3 C1 minus C2 is equal to 2.5 into 2 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 5 ആണ്. -5 ആണ്. ഫ്രണ്ടിലൊരു മൈനസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ -2 കൂടെ പോവുകയാണെങ്കിൽ എന്തുവാ? 3C1 plus C2 is equal to 5. That is equation 2. ഓക്കെ, അപ്പോൾ ആ രണ്ട് ഇക്വേഷനും കൂടെ നമുക്ക് സോൾവ് ചെയ്യണം. ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇവിടെ എന്താ? C2ൻ്റെ കോയിഫിഷ്യൻറ്റ് സെയിം ആണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 1 - 2 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻ 1 എന്തായിരുന്നു? C1 plus C2 is equal to 1 എന്നുള്ളതായിരുന്നു. മറ്റത് 3C1 plus C2 is equal to 5. മൈനസ് ചെയ്യട്ടെ. അപ്പോൾ C1 - 3C1 എന്ന് പറഞ്ഞാൽ -2C1. C2 - C2 പോവും. 1 - 5 എന്ന് പറഞ്ഞാൽ -4 ആണ്. സോ C1 is equal to 2 എന്ന് നമുക്ക് ആൻസർ കിട്ടി.
ഓക്കെ, അടുത്തെന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ C1 + C2 = 1 ആണ്. C1ന് 2 കൊടുക്കുമ്പോൾ 2 + C2 = 1 or C2 = 1 - 2. 1 - 2 എത്രയാ? C2 = -1. അപ്പോൾ C1ൻ്റെ ആൻസർ 2 എന്നും C2ൻ്റെ ആൻസർ -1 എന്ന് കിട്ടി. Therefore the solution, അപ്പുറത്തെ പേജിലേക്ക് പോകുന്നില്ല, ഞാനുള്ള സ്ഥലത്ത് എഴുതുവാണ്. Therefore the solution is, കളർ മാറ്റി എഴുതാം, ശ്രദ്ധിച്ചോളാം. ഇതിനകത്ത് C1 C2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? y = 2 × x⁻³ (3/2). അടുത്തെന്താ? C2 എന്ന് പറഞ്ഞാൽ -1 × x⁻⁻1/2. ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ മറന്നു പോരുത്, C1ൻ്റെ C2ൻ്റെ ആൻസർ ഫൈൻഡ് ചെയ്തിട്ട് ഇതേപോലെ കൊണ്ടുവന്ന് സൊല്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ഇനിഷ്യൽ വാല്യൂ വേറെ ഒത്തിരി പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ബട്ട് ഏത് മെത്തേഡിൽ വേണമെങ്കിലും, ഈവൻ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്ററിൽ വേണമെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. Next question, solve initial value problem x² y - 3xy' plus 4y = 0, where y of 1 = pi and y dash of 1 is equal to 4pi. Okay, എന്തായാലും Cauchy Euler ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നമുക്ക് ആദ്യം എന്താ? put y is equal to x⁻m. അപ്പോൾ y dash എന്തുവാണ്? m × x⁻m - 1. y dash is equal to m × m - 1 × x⁻m - 2. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x² × y ന്റെ സ്ഥാനത്ത് m × m - 1 × x⁻m - 2 - 3x × y ന്റെ സ്ഥാനത്ത് m × x⁻m - 1 പ്ലസ് 4y യുടെ സ്ഥാനത്ത് x⁻m is equal to 0. നമുക്ക് എല്ലാ ടേമിലും x⁻m കോമൺ ആയിട്ട് വരുന്നത്. അതിനെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കോൺസ്റ്റന്റ് എന്തൊക്കെയാണ്? m × m - 1 - 3m പ്ലസ് 4 is equal to 0. x⁻m പോയി. ബാക്കി m അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ m² - m - 3m പ്ലസ് 4 is equal to 0. That is m² - 4m plus 4 equal to 0. That is m - 2 the whole square equal to 0. m-ൻ്റെ വാല്യൂ സെയിം ആയിട്ട് കിട്ടി, 2,2. m-ൻ്റെ വാല്യൂ സെയിം ആയിട്ട് കിട്ടിയാൽ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെയാണ് വരേണ്ടത്? Therefore the solution y is equal to C1 + C2x ആണ് വരേണ്ടത് അല്ലേ? x എന്നുള്ളതിന് വരെ നമ്മൾ ഇവിടെ എഴുതേണ്ടത് എന്താ? log x into e⁻mx എന്നുള്ളിടത്ത് x². അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി ആണ് നമുക്ക് എന്താ ലാസ്റ്റ് ആൻസർ കിട്ടി. ബട്ട് ഇതിനകത്തുള്ള C1 C2 ഫൈൻഡ് ചെയ്യാനായിട്ട് ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇനിഷ്യൽ കണ്ടീഷൻസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കുക. ആദ്യത്തെ കണ്ടീഷൻ എന്തുവാണ്? y of 1 = pi. നമ്മൾ എക്സിന് പകരം 1 കൊടുക്കുമ്പം ഈ ഇക്വേഷൻ എങ്ങനെ മാറും? C1 + C2 log 1 × 1² that is 1 equal to pi. log 1 എന്താ കുഞ്ഞുങ്ങളെ? log 1 എന്ന് പറയുന്നത് log 1 is equal to 0 ആണ്. Therefore C1 is equal to pi എന്ന് നമുക്ക് അവിടെ നിന്ന് ആൻസർ കിട്ടി. C1ൻ്റെ ആൻസർ കിട്ടി. ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ C2 ഫൈൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ കണ്ടീഷൻ y dash of 1 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം y dash of x ഫൈൻഡ് ചെയ്യാം. y dash ഫൈൻഡ് ചെയ്യുമ്പം C1 പ്രോഡക്റ്റ് റൂളാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ C1 + C2 log x into derivative of second x² ഡെറിവേറ്റീവ് 2x plus second function that is x² into derivative of first. C1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. C2 into log x ൻ്റെ ഡെറിവേറ്റീവ് എന്തുവാണ്? log x എന്ന് പറഞ്ഞാൽ 1/x. ഓക്കെ, അത് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇനി തന്നിരിക്കുന്ന കണ്ടീഷൻ എന്തുവാ? y dash of 1 is equal to 4pi. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ ഇതെങ്ങനെയായി മാറും? C1 + C2 log 1 into 2 പ്ലസ് 1² into C2/x എന്ന് പറയുന്നത് 1 തന്നെയല്ലേ? അപ്പോൾ C2 is equal to 4pi. log 1 എന്താ? 0 ആണ്. ഈ 2 അകത്തേക്ക് വരുമ്പോൾ 2C1 + C2 is equal to 4pi. C1 എന്തുവാ? പൈ ആണ്. അപ്പോൾ 2pi + C2 is equal to 4pi or C2 is equal to 4pi - 2pi is equal to 2pi. അപ്പോൾ C2ൻ്റെ ആൻസർ എന്ത് കിട്ടി? C2 is equal to 2pi എന്ന് കിട്ടി. Therefore the solution is, നമ്മുടെ സൊല്യൂഷൻ ഇതാണ്. Therefore the solution is y is equal to C1ൻ്റെ സ്ഥാനത്ത് pi പ്ലസ് C2ൻ്റെ സ്ഥാനത്ത് 2pi into log x into x². അപ്പം നിങ്ങൾക്ക് ഇനി ഇമാജിനറി അല്ല, എന്ത് ക്വസ്റ്റ്യൻ ഇതുപോലെ വന്നാലും പ്രൊസീജിയർ ഇത്രയേ ഉള്ളൂ. എന്താ? അത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുന്നതിന് ശേഷം ഇനിഷ്യൽ കണ്ടീഷൻ കൂടെ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ ഇതുവരെ ചെയ്യാൻ വേണ്ടി നമുക്കൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചാൽ മതി. അല്ല ബാക്കി ഇനിഷ്യൽ കണ്ടീഷനും കൂടെ ചേർത്ത് വേണമെങ്കിൽ 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അല്ല കുറച്ചുകൂടി എന്തുവാ
7 മാർക്കിന് കോഷീസ് ചോദിക്കാം. പക്ഷേ ഇതുപോലത്തെ ഇനിഷ്യൽ കണ്ടീഷൻസും കൂടി ചേർത്തിട്ടായിരിക്കും കോഷീസ് ചോദിക്കുന്നത്. ഈ സെയിം കോഷീസിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ആകെ 3 ടോപ്പിക്കുകൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഒന്ന് അൺഡിറ്റർമൈൻഡ് മെത്തേഡ്, പിന്നെ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ, കോഷീസ് ഓയിലർ മെത്തേഡ്. ഈ 3 മെത്തേഡിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഒരെണ്ണം പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് 3 ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ട്. സോൾവ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് പ്ലസ് 9y ഈക്വൽ ടു 0 വെയർ y ഓഫ് 1 ഈക്വൽ ടു 0 y ഡാഷ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 2.5. അതുപോലെ സോൾവ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് 3xy ഡാഷ് പ്ലസ് y ഇസ് ഈക്വൽ ടു 0 വെയർ y ഓഫ് 1 ഈക്വൽ ടു 3.6 ആൻഡ് y ഡാഷ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 0.4. അത് 0.4 ആണ്. അടുത്ത സോൾവ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് പ്ലസ് y ഇസ് ഈക്വൽ ടു 0 വെയർ y ഓഫ് 1 ഈക്വൽ ടു 1 ആൻഡ് y ഡാഷ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 1. ഇത് തനിയെ ചെയ്ത് നോക്കണം. കോഷീസ് ഓയിലർ എന്ന് പറഞ്ഞൊരു കുഞ്ഞു ടോപ്പിക്കാണ്. അതിനകത്ത് ആകെ ഒരു 3 ഫോമുല പഠിച്ചിരുന്നാൽ ബാക്കി എല്ലാം പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ 3 ഫോമുലേനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അതേപോലെ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം നമ്മളൊരു 3 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. കോഷീസ് ഓയിലർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. എങ്ങനത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്? വേരിയബിൾ കോയിഫിഷ്യൻ്റ് ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടും ചോദിക്കാം, essay ക്വസ്റ്റൻ ആയിട്ടും ചോദിക്കാം. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ സൊല്യൂഷനിൽ എത്തിയതിനു ശേഷം ഇനിഷ്യൽ വാല്യൂസ് തന്നിട്ട് പർട്ടിക്കുലർ സൊല്യൂഷനിൽ എത്തുക എന്നുള്ള രീതിയിൽ വേണമെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു എന്നുള്ള രീതിയിൽ ആൻസർ ഫൈൻഡ് ചെയ്യുക. ഫൈൻഡ് ചെയ്തതിന് ശേഷം എന്തുവാ അതിൻ്റെ ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിരിക്കും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് C1 C2ൻ്റെ ഒക്കെ ആൻസറും കൂടെ ഫൈൻഡ് ചെയ്തിട്ട് പർട്ടിക്കുലർ സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ള തരത്തിൽ വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ. നമുക്ക് ആകെ എന്ത് ടോപ്പിക്കുകൾ ഇതിനകത്ത് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോയിഫിഷ്യൻ, മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ, പിന്നെ കോഷീസ് ഓയിലർ മെത്തേഡ്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള 3 മെത്തേഡ്. ഇതിനകത്ത് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോയിഫിഷ്യനിൽ ഒന്നും കൂടുതൽ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. വേരിയേഷൻ ഓഫ് പാരാമീറ്ററും കോഷീസ് ഓയിലറും ഒഴിച്ചുവിടാൻ പറ്റാത്ത 2 ടോപ്പിക്കാണ്. ഷുവർ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്.